യൂട്യൂബിലെ വീഡിയോകൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലഗ്രാം പോലുള്ള ആപ്പുകളിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഏതെല്ലാം രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യൂട്യൂബ് വീഡിയോ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് അറിയുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് ഒട്ടും അറിയാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിലെ ഒരു വീഡിയോ അതിലെ ഒരു നിശ്ചിത ഭാഗം മാത്രമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പല രീതികളിലുള്ള ഷെയറിങ്ങുകൾ അറിയാത്തവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഇനി ഞങ്ങൾക്ക് ഷെയറിങ്ങുകളെ കുറിച്ച് എല്ലാം തന്നെ അറിയാം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്യാം. അറിയാത്തവർ ഈ വീഡിയോ അവസാനം വരെ കണ്ട് പ്രയോജനപ്പെടുത്തുക. യൂട്യൂബ് സെറ്റിംഗ്സുകളെ സംബന്ധിച്ച് യൂസ്ഫുൾ ആയ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരും. അതിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടണമെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ യൂട്യൂബ് വീഡിയോ ഏതെല്ലാം രീതിയിൽ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണുന്നത് എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ തമ്പനെയിലാണ്. ഈ വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ടും എന്നാൽ ഓപ്പൺ ചെയ്യാതെയും എനിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ആദ്യം ഞാനിത് ഓപ്പൺ ചെയ്തുകൊണ്ട് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് കാണിക്കാം. അതിനായിട്ട് ആ തമ്പനെയിലിൽ പ്രസ് ചെയ്ത് ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ആ വീഡിയോ ഓപ്പൺ ആയി. ഇനി ആ വീഡിയോയ്ക്ക് നേരെ താഴെയായിട്ട് ഇതാ ഇവിടെ കുറച്ച് ടൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ ലൈക്ക് ബട്ടണാണ്. അപ്പം ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട്, അതായത് ഈ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക കേട്ടോ. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി ആ ലൈക്ക് ബട്ടണിൻ്റെ ഒക്കെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ പോലെ കാണുന്നില്ലേ, അതാണ് ഷെയർ ബട്ടൺ. അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പൺ ചെയ്ത വീഡിയോയെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക. അപ്പം ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തത് തന്നെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലഗ്രാം പോലുള്ള എൻ്റെ ഫോണിലുള്ള ആപ്പുകളുടെയൊക്കെ ഐക്കണുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്പുകളുണ്ടോ അവയുടെയൊക്കെ ഐക്കണുകൾ ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏതിലേക്കാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് ആ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെയാണ് വീഡിയോകൾ ഷെയർ ചെയ്യുക. അപ്പോൾ വാട്സപ്പിൽ എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുക എന്ന് ഞാനൊന്ന് ആദ്യം കാണിക്കാം. അതിനായിട്ട് ആ വാട്സപ്പിൻ്റെ ഐക്കണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഫോണിലെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഇവിടെ മാർട്ടിൻ പി എന്നൊരു നെയിം കാണുന്നില്ലേ, അത് എൻ്റെ തന്നെ നമ്പറാണ്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത യൂട്യൂബിലെ എൻ്റെ വീഡിയോയുടെ ആ ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മാത്രം നമ്പറാണല്ലോ സെലക്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൊഫൈലുകളൊക്കെ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ലിങ്കിൻ്റെ നേരെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ സെൻഡ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോണ്ടാക്ട്സ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ കോണ്ടാക്ട്സുകൾ ഉണ്ടെങ്കിലും അവയിലേക്കൊക്കെ ആ വീഡിയോ ഷെയർ ആകുന്നതാണ്. അപ്പൊ ഞാൻ ആ താഴെയുള്ള സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ വീഡിയോയുടെ ലിങ്ക് എന്റെ നമ്പറിലേക്ക് സെൻഡ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ വാട്സപ്പിൽ നിന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും യൂട്യൂബിലേക്ക് തന്നെ വരുന്നു. ഇനി ഞാൻ നേരത്തെ പ്രസ് ചെയ്ത ആ ഷെയർ ബട്ടണിൽ വീണ്ടും ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും ആ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലഗ്രാം പോലുള്ള ആപ്പുകളെ പ്രസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം നമുക്ക് ആ ഒരു ലിങ്കിനെ കോപ്പി ചെയ്തുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദാ ഇവിടെ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്യുകയേ വേണ്ടൂ. അപ്പൊ ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ കോപ്പീഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിപ്പോ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏത് ആപ്പിലേക്കാണോ നമ്മൾ അത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ഫോണിലെ ആ ആപ്പ് ഓപ്പൺ ചെയ്യണം. ഞാൻ വാട്സപ്പിൽ തന്നെയാണ് അത് ഷെയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഫോണിന്റെ ഹോം സ്ക്രീനിൽ എത്തി. ഇനി ഞാൻ എൻ്റെ ഫോണിലെ വാട്സപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ വാട്സപ്പ് ഓപ്പൺ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് നമ്പറിലേക്കാണോ അത് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ നമ്പറിന്റെ ചാറ്റ് വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ എൻ്റെ തന്നെ കോൺടാക്ട് നെയിം കാണിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് എൻ്റെ ആ കോൺടാക്ട് നെയിമിൽ പ്രസ്
ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ചാറ്റ് വിൻഡോ ഓപ്പൺ ആയി. ഇനി ചെയ്യേണ്ടത് സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള ആ ടെക്സ്റ്റ് ബാർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. അതായത് അതിൽ വെറുതെ പ്രസ് ചെയ്യുകയല്ല വേണ്ടത്, ആ ഭാഗത്ത് ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് കുറച്ചു നേരം ലോങ് പ്രസ് ഇതുപോലെ ചെയ്യുക. അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ പേസ്റ്റ് എന്ന് കാണിക്കും. അപ്പൊ നേരത്തെ നമ്മൾ എന്തെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബാറിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് കാണിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പേസ്റ്റ് എന്ന് കാണിക്കുന്നത്. ഇനി ആ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ടെക്സ്റ്റ് ബാറിൽ ആ ലിങ്ക് ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ആ ലിങ്ക് എന്റെ നമ്പറിലേക്ക് ഇപ്പോൾ ഷെയർ ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ലിങ്ക് ഇതേപോലെ ഷെയർ ചെയ്യാം. അതേപോലെ കോപ്പി ചെയ്ത് ഇതുപോലെ ടെക്സ്റ്റ് ബാറിൽ പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാം. ഇനി അടുത്ത രീതി നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട് യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത ആ വീഡിയോയുടെ തമ്പനെയിൽ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ, അതിന്റെ തമ്പനെയിൽ മാത്രമാണല്ലോ ഇവിടെ കാണുന്നത്. അപ്പൊ വീഡിയോ ഓപ്പൺ ചെയ്യാതെ നമ്മൾക്ക് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഏത് വീഡിയോയുടെ തമ്പനെയിലാണോ ഇങ്ങനെ കാണുന്നത് അതിന്റെ റൈറ്റ് സൈഡിൽ ഇതാ ഇവിടെ ഒരു 3 കുത്ത് കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വലിയൊരു ബോക്സ് താഴെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ നടുവിലായിട്ട് ദാ ഇവിടെ ഷെയർ എന്ന ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയില്ലേ, അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏത് ആപ്പാണോ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ താഴെയുള്ള കോപ്പി ലിങ്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ആ ഫേസ്ബുക്കിന്റെ ഐക്കണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തതും എന്റെ ഫോണിലെ ഫേസ്ബുക്ക് ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒപ്പം ആ ലിങ്കും ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി ആ പ്രിവ്യൂവിന്റെ മുകളിൽ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് കാണുന്നില്ലേ, അവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ഇനി അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിങ്ങനെ തന്നെ ഷെയർ ചെയ്യാം. അതിനായിട്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് പോസ്റ്റ് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആ വീഡിയോ ഷെയർ ആയി കഴിഞ്ഞു. ഇനി ഈ വീഡിയോ ഓപ്പൺ ആകണമെങ്കിൽ ആ ഒരു തമ്പനെയിലിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ വീഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബാക്ക് അടിച്ച് വീണ്ടും യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിലിവിടെ മുകളിൽ എന്റെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം അതിലെ ഏത് ഭാഗം മുതലാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് ആദ്യം സ്ക്രീനിനെ കൊണ്ടുവന്ന് വെക്കണം. അതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദാ ഇവിടെ ഒരു ചുവന്ന വര കാണുന്നില്ലേ, അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ആ വര മുന്നോട്ട് അങ്ങനെ നീങ്ങുന്നതായിട്ട് കാണാറില്ലേ. അപ്പൊ ഈ ചുവന്ന വരയെ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ ഏത് ഭാഗം മുതലാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഭാഗം വരെ വലിച്ചു കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ 1:46 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോയുടെ 1 മിനിറ്റ് 46 സെക്കൻഡിലും ആണ് ഇപ്പൊ ഈ വീഡിയോ ഞാൻ പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്താൽ ആ ലിങ്കിൽ അയാൾ പ്രസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് 46 സെക്കൻഡ് കഴിഞ്ഞ ഈ ഭാഗം മുതലാണ് ആ വീഡിയോ പ്ലേ ആവുക. അപ്പൊ അത് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് ആ ഷെയർ ബട്ടണിൽ ഞാൻ വീണ്ടും പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ ഓപ്പൺ ആയ ആ ബോക്സ് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സിന്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ 1:46 എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു ബട്ടണും ഉണ്ട്. അപ്പൊ നമ്മൾ ആ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് എനേബിൾ ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനിന്റെ നടുവിലായിട്ടുള്ള ആ കോപ്പി ലിങ്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ലിങ്ക് കോപ്പി ചെയ്യണം. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അങ്ങനെ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ ഏത് ആപ്പ് ആണെങ്കിലും അത് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ലിങ്കിനെ പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഇവിടെ ബാക്ക് അടിച്ചിട്ട് വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഇനി മുകളിൽ കാണുന്ന എന്റെ നമ്പർ തന്നെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ടെക്സ്റ്റ് ബാറിൽ ലോങ് പ്രസ് ചെയ്ത് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടെക്സ്റ്റ് ബാറിൽ അത് പേസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ആ റൈറ്റ് സൈഡിലുള്ള സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഷെയർ ആയി കഴിഞ്ഞു. ഇനി ആ ലിങ്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, യൂട്യൂബില് ഞാൻ ഏത് ഭാഗം മുതലാണോ ഷെയർ ചെയ്തത് ആ ഭാഗം തന്നെ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു. അപ്പൊ ഈ രീതികളിലൊക്കെ നമുക്ക് യൂട്യൂബിലെ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ബൈ.